കണിമംഗലം കോവിലകം. കുടുംബാംഗങ്ങൾ കൂടിയിരുന്നുള്ള ഈ കളി ഇവിടെ പതിവാണ്. പുറം ലോകം പൊരുളറിയാതെ കാണുന്ന ഈ കളിക്കുള്ളിൽ നിറയുന്നത് മാതൃത്വം ഒരു ഭാരമാണെന്ന ദർശനമാണ്. അല്ലല്ല, ഒരു പ്രാവശ്യം കൂടെ നടക്കുക. പാറു ഇതെടുത്തേ നോക്കട്ടെ, ആരെ പേരാ നോക്കട്ടെ. ഇതെങ്കിലും ശരിയായ മതിയായിരുന്നു. ചന്ദ്രേട്ടാ ചന്ദ്രേട്ടാ ചന്ദ്രേട്ടനാ ചന്ദ്രേട്ടനാ ആ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനാ എന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മനുവേട്ടൻ തന്നെ ഏറ്റെടുത്തോ. അതാ എല്ലാവർക്കും നല്ലത്. നീ കൂടുതലൊന്നും പറയണ്ട. ഒരു മോളെന്ന നിലയിൽ നിനക്കാണ് കൂടുതൽ ബാധ്യത. അത് നീ മറക്കണ്ട. ദേ ചേട്ടാ, അമ്മ വരുന്നുണ്ട് കേട്ടോ. അറിഞ്ഞെന്താടി കുഴപ്പം? എപ്പോഴാണെങ്കിലും അറിയേണ്ട കാര്യങ്ങളല്ലേ. അപ്പൊ ചന്ദ്രേട്ടാ, എല്ലാം പറഞ്ഞതുപോലെ ശരിയെന്നാ. കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കണ്ട കുട്ടിയെ. എനിക്കാണെങ്കിൽ ശരീരം നല്ല വേദന, കാല് നല്ല വേദനയുണ്ട്. ഹലോ, ആ നീ പറഞ്ഞോടി. അതിവരോട് സംസാരിച്ചേടി. ആ പറഞ്ഞോ. ആ അതേടി. അയ്യോ, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. എന്തിനാ എന്നെ ഒറ്റയ്ക്ക് ഇട്ടേച്ചു പോയ? എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നില്ല. വയ്യ, ജീവിച്ചു മടുത്തു. ഞാൻ കുട്ടികൾക്ക് ഭാരമായതുപോലെ തോന്നുന്നുണ്ട്. എന്തിനാ? തോന്നലല്ല, സത്യമാണ്. ഇവരെ കൊണ്ട് ശല്യമായല്ലോ. എവിടെയെങ്കിലും പോയി കിടക്ക് തള്ളേ. പണ്ടാരടങ്ങാൻ രാവിലെ തന്നെ കരച്ചിലും പിഴിച്ചിലും ദിവസം പോയി. മോളെ, ഉണ്ണിമായേ, ഈ കുട്ടി ഇവിടെ എങ്ങും ഇല്ലാതുണ്ടോ? ഇതാ വരുന്നു. എന്താ ലക്ഷ്മി അമ്മേ, എന്തു പറ്റി? എല്ലാരും വഴക്ക് പറയുന്നുണ്ടാവും അല്ലേ? ഹേയ്, അതൊന്നും സാരമില്ല കുട്ടി. അവരൊക്കെ പാവ. ഓ, അപ്പോൾ ഇതാണ് ഉണ്ണിമായ. ഇവളാണ് അമ്മയുടെ വേലക്കാരി അല്ലേ? ഞാൻ വേലക്കാരിയൊന്നും അല്ല. ലക്ഷ്മി അമ്മ വിളിക്കുമ്പോൾ എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. വരുന്നോ? നമ്മുടെ വീട്ടിൽ വേലക്കാരുടെ കുറവുണ്ട്. കാശ് എത്ര വേണമെങ്കിൽ തരാം. വേണു, സൂക്ഷിച്ച് സംസാരിക്കണം. നിർത്ത് തള്ളേ. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. കൂടുതൽ സംസാരിക്കണ്ട. അങ്ങേരെ കൂടെ അങ്ങ് മുകളിലോട്ട് പൊയ്ക്കൂടായിരുന്നോ? എന്തിനാ നമുക്കൊരു ഭാരമാകുന്നത്? ഇനിയുള്ള കാലം അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് കഴിഞ്ഞോണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ. ഇവൾ ഒരുത്തിയ ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഒരു വേലക്കാരി, കൺട്രി ഫെലോ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടനെ ഞാൻ കാത്തു നിൽക്കായിരുന്നു. നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? എന്ത് കാര്യമാ? അല്ല, അമ്മയെ നോക്കണ കാര്യങ്ങളെ. അത് തന്നെയാ ഞാനും പറയാനിരുന്നത്. അമ്മയെ നോക്കാൻ എനിക്ക് വയ്യ. ഞാനാണെങ്കിൽ ഭയങ്കര തിരക്കിലുമാണ്. എനിക്ക് ഉടൻ തിരിച്ചു പോവുകയും വേണം ദുബായിക്ക്. എന്റെ പൊന്നു ചന്ദ്രേട്ടാ, ദയവ് ചെയ്ത് എന്നോട് പറഞ്ഞേക്കരുത്. വേണ്ട മക്കളെ, ഞാൻ ഒരിടത്തും വരണില്ല. ഉള്ളത് കുടിച്ചോണ്ട് ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോളാം. ഇവിടെ ആകുമ്പോ അച്ഛൻ ഉറങ്ങുന്ന മണ്ണുണ്ടല്ലോ, കൂട്ടിന് എനിക്കത് മാത്രം മതി. ദേ, ഇവിടെ കിടന്ന് മോങ്ങും ചെയ്യരുത്. ഞാൻ ഒരു കാര്യം പറയാം. എന്താടാ കാര്യം? പറ. സാമ്പത്തികപരമായിട്ടാണെങ്കിൽ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. നീ ഒന്ന് പറ. അതായത് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ കോവിലകം നമുക്ക് വിറ്റാലോ? ചേട്ടാ, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. പിന്നെ അമ്മയുടെ കാര്യമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മ ഒരു വൃദ്ധസ്ഥാനത്തിലാ. നമുക്ക് അമ്മയെ അങ്ങോട്ട് വിട്ടാലോ? അതൊക്കെ ശരിയാ, പക്ഷെ ഈ കോവിലകം ആര് വാങ്ങും? എന്റെ ചന്ദ്രേട്ട, അതിന് പത്രത്തിൽ പരസ്യം കൊടുത്ത പോരെ? ആ, എന്നാ പിന്നെ അതിന്റെ ഏർപ്പാട് കിടക്കട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കേ. എന്റെ ദേവിയെ, കോവിലകം വെക്കാനോ? എന്തായി കേക്കണേ? ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു
വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. മുന്നിന്ന് മാറുക തമ്പുരാൻ. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തി? എന്താ? ശംഭോ മഹാദേവാന്ന്. അങ്ങോട്ട് മാറിയിരിക്കാൻ. സെറ്റ് കൈവയ്ക്കുന്നോടാ നീ പെറ്റമ്മയുടെ ദേഹത്ത്. ഇത് പറയാൻ താനാരാ? അല്ല, മനസ്സിലായില്ല. ഞാൻ ജഗന്നാഥൻ. നിങ്ങളെ കാണാൻ വന്നതാണ്. പഴയ വീടുകളും ബിൽഡിങ്ങുകളും വാങ്ങി പൊളിച്ചു വിൽക്കുന്ന ബിസിനസ്സാണ്. ഈ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചന്ദ്രേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ കോവിലകം വാങ്ങാമെന്ന ആള് ജഗൻ. അപ്പോ ഇനി വില ഉറപ്പിക്കാമല്ലോ അല്ലേ? ശരിയാ, ഞാൻ കോവിലകം വാങ്ങാൻ വന്ന ആളാ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അമ്മയെ ഒഴിവാക്കാൻ കാണിക്കുന്ന തിടുക്കമായിരുന്നു ഈ കോവിലകം വയ്ക്കൽ അല്ലേ? കൊള്ളാം. നല്ല മക്കൾ. മോൻ ആരാ? എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഈ കൈ കൊണ്ട് അമ്മ എനിക്ക് എത്ര പ്രാവശ്യമാ അത്താഴം വെച്ച് വിളമ്പി തന്നിട്ടുള്ളത്. അമ്മേ, ഞാൻ ജഗൻ. വർഷങ്ങൾക്ക് മുമ്പ് ചതയിൽപ്പെട്ട് വീടും നാടും ഉപേക്ഷിക്കേണ്ടി വന്ന ശേഖരൻ മാഷിൻ്റെ മകൻ ജഗന്നാഥൻ. മോനെ ജഗൻ, എവിടെയായിരുന്നടാ ഇത്രയും കാലം നീ? ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് ചെന്നൈയിലേക്കായിരുന്നു. ടീച്ചർ പകർന്നു തന്ന സംഗീതം ഒന്നും മറന്നിട്ടില്ല. ശ്രുതി തെറ്റാതെ, താളം പിഴയ്ക്കാതെ സപ്തസ്വരങ്ങൾ എനിക്ക് പകർന്നു നൽകിയ എൻ്റെ ടീച്ചറമ്മയെ ഞാൻ എങ്ങനെ മറക്കാനാണ്? ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ ടീച്ചറമ്മയെ. എനിക്ക് വേണം എൻ്റെ അമ്മയായി. ദേ, അമ്മ വിഷമിക്കില്ല കേട്ടോ. ഞാനില്ലേ അമ്മയുടെ കൂടെ എന്നും. ഈ ഉണ്ണിമായ എന്റെ മോളാ നീ. ഇവൾക്ക് ആരുമില്ല. അറിയാം, എനിക്കും ആരുമില്ല. ഞാൻ കൈവിടില്ല. കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട. വന്ന കാര്യം സാധിച്ചിട്ട് പോവാൻ നോക്ക്. അതേടാ, ഞാൻ സാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് ഈ വീടല്ല, എൻ്റെ അമ്മയാണ്. ഈ അമ്മയെ. അയ്യോ വേണ്ട മോനെ ജഗൻ, എന്റെ മക്കളെ ഒന്നും പറയല്ലേ. കണ്ടോടാ, ഇതാണ് അമ്മയുടെ സ്നേഹം. നീയൊക്കെ തള്ളിക്കളഞ്ഞിട്ടും എൻ്റേതെന്ന് പറഞ്ഞ് മാറോടണയ്ക്കുന്ന ഒരമ്മയുടെ സ്നേഹം. പിച്ച വെച്ച് നടക്കുമ്പോൾ വീഴാതെ കാക്കാനും, ആർത്ത് കരയുമ്പോൾ അമൃതം ചുരത്താനും, വേദനകളിൽ സാന്ത്വനമാകാനും, ജീവിതവേദിയിൽ വേഷപ്പകർച്ചയില്ലാത്ത കഥാപാത്രം. അതൊന്നേ ഉള്ളൂ, അതാണ് ഈ അമ്മ. അങ്ങനെയുള്ള ഈ അമ്മയാണോ സൗകര്യങ്ങളുടെയും ബാധ്യതകളുടെയും പേരിൽ നിങ്ങൾ അനാഥയാക്കുന്നത്? പണം കൊടുത്താൽ ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തും കിട്ടും, ഒരമ്മയുടെ സ്നേഹമൊഴികെ. അല്ലേ അമ്മേ?